പണ്ടാറ് ഇരുമ്പോണ്ടുണ്ടാക്കി ഷർട്ടെടുക്ക്. കണ്ടണേ പോയാ. ഹലോ, അപ്പോൾ കുറച്ചധികം നാളെ നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയേക്കാണ്. അപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും കമൻസിലൊക്കെ കണ്ട് ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം ആയിട്ടില്ല ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു ആദ്യം പറയാനുള്ളത്, നമ്മൾ ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ രാത്രി ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ കുറച്ച് കമൻസ് ചെയ്യാൻ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. ചേച്ചിയല്ലേ പറഞ്ഞ് ഉറങ്ങണമായിരുന്നു, എന്നിട്ട് ആൾ പുറത്തുനിന്നാണല്ലോ വന്നേന്ന് ചോദിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ താമസിച്ചിരുന്നത് അപ്പുറത്തെ വീട്ടിലായിരുന്നു. നമ്മൾ അവിടെ നിന്നുകൊണ്ടാണല്ലോ ഈ വീട് പണിത് വെച്ചത്. അപ്പോൾ ഈ വീട്ടിലായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ ആൾ ഉറങ്ങാൻ പോയെന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ റൂമിലായിരുന്നു. രാത്രിയായപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഷോട്ടാണ് കേട്ടോ പുറത്തുനിന്ന് വന്നാറ് തോന്നിയത്. പുറത്തല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാന്ന് വെച്ചാൽ ഒന്ന് ചേച്ചിയുടെ കല്യാണം ആ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അതിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു വീട് പണി നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം അത്രയും എന്താ പറയുക ഭയങ്കര ബിസി ആയിട്ടുള്ള കുറേ സമയങ്ങളായതുകൊണ്ടാണ് നമുക്ക് വ്ളോഗ് എടുക്കാനും മര്യാദയ്ക്ക് ഇടാനും ചേച്ചിയുടെയും കല്യാണത്തിൻ്റെ മര്യാദയ്ക്ക് നമുക്കൊന്നും പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റാഞ്ഞത് ഈ രണ്ട് തിരക്കിലും കൂടി നിന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പറയുന്നത് 5 മാസം കറക്റ്റ് അത്രയും വേണ്ടി വന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം. 5 മാസം കൊണ്ടാണ് നമ്മൾ ഈ വീട് ഇവിടെ പണിത് തീർത്തത്. വന്നവർക്കാണെങ്കിലും ചേച്ചിയുടെ പരിപാടിക്കാണെങ്കിലും എല്ലാവരും വന്നായിരുന്നത്. അപ്പോൾ പെരമാർത്താമസം അതൊന്നും വെച്ചൊന്നും ഇല്ലായിരുന്നു. കാര്യം നിശ്ചയത്തിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരും വരുമ്പോൾ കാണട്ടെ അങ്ങനെ ഒരു 2 പരിപാടിയും കൂടി ക്ലബ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ വന്ന എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, നമ്മുടെ മുമ്പത്തെ പാലാരട്ടത്തെ വീടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഐശ്വര്യമുള്ള സമാധാനം കിട്ടണമെന്നൊക്കെ പറയും ഇവിടെ വന്നിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട്. ഇവിടെ എന്താ പ്രത്യേകിച്ച് പറയട്ടെ എന്നൊക്കെ എനിക്ക് കിട്ടണില്ല എന്ന് ആക്കി. അപ്പോൾ ഫുൾ വൈറ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ വീടും നമ്മൾ മൊത്തം വൈറ്റ് ആയിരുന്നു. പണ്ട് ഫുൾ വൈറ്റ് ആയിരുന്നു. പക്ഷെ വൈറ്റ് ഹൗസുകളുടെ ഒക്കെ പ്രത്യേകത പറയാൻ നല്ല പാടം മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ചെറിയ അഴുക്ക് വീണാൽ ഒരു മുടി ഇത് വീണാൽ തന്നെ അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഇനിയുള്ള വീട് വൈറ്റ് വേണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വെള്ള വീട്ടിലേക്ക് വരും. പിന്നെ വൃത്തിയാക്കണത് അമ്മയായതുകൊണ്ട് നമുക്ക് വേറെ പാടൊന്നുമില്ല. പക്ഷെ അമ്മച്ചിക്ക് നല്ല പാടാണതൊക്കെ. അപ്പോൾ പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടിയ കുറേ ഒന്നും കാണുന്നില്ല. കാര്യം നമ്മൾ ഇടയ്ക്ക് വീട് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത് വേറെ എന്തുകൊണ്ടല്ല കേട്ടോ വീട് മാറുന്നത്. പപ്പയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പപ്പയാണ് ഈ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വീട് പണിതിട്ട് മറച്ചു വെക്കുന്ന ഇതില്ലേ, അപ്പം അങ്ങനെയും പപ്പ ചെയ്യാറുണ്ട്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടും അങ്ങനത്തെയൊക്കെ സ്ഥല കച്ചവടങ്ങളായിട്ടുള്ള ഇത് പപ്പയ്ക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീട് ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. വേറെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരോ ഇതായിട്ട് കിട്ടിയ സമ്മാനങ്ങളാണ്. ആക്ച്വലി കുറേ ഉണ്ടായിരുന്നു. ഓരോ ഷിഫ്റ്റും കഴിയുമ്പോൾ സമ്മാനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരും. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ട ഒരുപാട് പാർട്ടിൽ വരണമെന്ന് പറയുന്നത് ഇത് ഈ സംഭവമായിട്ട്. ഈ കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് നോക്കാൻ പറ്റുന്ന ഈ ഒരു ക്ലാസിന്റെ പോർഷൻ. കാര്യം നമുക്ക് പാലാരിവട്ടത്ത് ഇതിന്റെ സെയിം ഉണ്ടായപ്പോൾ പപ്പയോട് ഉറപ്പ് ഇവിടെ പണിയുമ്പോൾ ഇത് പണിയണോട്ടെ. അവിടുത്തെ കുറച്ചും കൂടി ഇഷ്ടം. കാര്യം ഈ ഒരു ബോർഡറും കൂടി ഫുൾ വൈറ്റ് കളറാണ്. ഈ വീട് നമ്മൾ അത്രയും വൈറ്റിലേക്ക് പോയില്ല. അന്നേരം അമ്മച്ച തന്നെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ആൾക്കാണെങ്കിൽ ചെറിയ അഴുക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ കുറച്ചൊക്കെ നമ്മൾ വേറെ കളറൊക്കെ കൊണ്ടുവരാൻ നോക്കി. ടൈൽസ് ആണെങ്കിലും നമ്മൾ മറ്റേ വീട്ടിൽ ഫുൾ വൈറ്റ് ആയിരുന്നു. ഇതിൽ വൈറ്റിലിടയ്ക്ക് ബ്ലാക്ക് ലൈൻസ് പോകുന്ന പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഇന്റീരിയർ വർക്കും. കാര്യം നമ്മൾ പണിയുന്ന പപ്പ നമുക്ക് വേണ്ടി പണിയുന്ന വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വർക്ക് കൊണ്ടുവന്നേക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പണിത് കൊടുക്കുമ്പോൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 സെന്റിലാണ് നമ്മൾ ഈ വീട് പണിതേക്കുന്നത്. പക്ഷെ ഇവിടെ വന്നവരും പോയവരും കണ്ടവരെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇത് 3 സെന്റ് തന്നെയാണ്. ആരും 5 സെന്റിലിരിക്കുന്ന ഒരു വീടിന്റെ അത്രയും സ്ഥലം വീതി ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇടയ്ക്ക് ഞങ്ങളും അത് ഇവിടെ ഓർക്കാറുണ്ട്, ശരിക്കും ഇത് 3 സെന്റ് തന്നെയാണോ എന്ന്. പക്ഷെ അത് ഈ മറ്റേ പാലാരിക്കത്തെ വീട് 3 സെന്റിലായിരുന്നു നമ്മുടെ വീട്. പക്ഷെ ആ വീട് കാണുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് തോന്നുന്നുണ്ട്. അതിനൊരു സ്പേസ് തോന്നിയിരുന്നു. കാരണം അത് 2 ഫ്ലോർ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. ഇത് ഉള്ളിൽ കൂടെ സ്റ്റെയർ ഇട്ടേക്കുന്നതുകൊണ്ട് ഒന്നും കൂടി കുറെ സ്ഥലങ്ങളും മുറിയും ഒക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. എന്തായാലും ഭയങ്കരമായിട്ട്
വീടും വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. പുറമേന്ന് വന്ന് പറഞ്ഞവർക്കാണെങ്കിലും. പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു 5 മാസം കൊണ്ട് ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പേ വേഗം മനസ്സമ്മതത്തിനും പ്രോഗ്രാംസിന് മുമ്പേ ഇത് തീർക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ പ്ലാൻ ചെയ്താൽ തന്നെ എല്ലാം അത്യാവശ്യം നന്നായിട്ട് ആ കല്യാണ സമയമൊക്കെ ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടത്, മനസ്സമ്മതത്തിന് ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടത്. അപ്പൊ എല്ലാ ആഗ്രഹം പോലെ തക്ക സമയം നോക്കി എല്ലാം ചേട്ടനും കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ചേട്ടന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അറേഞ്ച് ആണോ ലവ് ആണോ എന്നൊക്കെ. അപ്പൊ പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചേട്ടനെ പറ്റി ഫാമിലിനെ പറ്റി എല്ലാം ഞാൻ Q&Aയിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അത്ര അങ്ങോട്ട് നമുക്ക് നീറ്റ് ആക്കില്ല. കാര്യം നമ്മുടെ വീട് മാറി നമ്മൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ അമ്മയാണ് കൂടുതലായിട്ട് എല്ലാം ഇങ്ങനെ ചെയ്ത് അടുക്കി പിറക്കി വെക്കുന്നത്. അപ്പൊ ആള് ഇങ്ങനെ ഓരോന്നോരാനായിട്ട് സെറ്റായിട്ട് ഞാൻ എന്റെ മുറി തന്നെ, ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട, 1-2 ആഴ്ച എടുത്തിട്ട് എന്റെ മുറി തന്നെ ഞാൻ സെറ്റാക്കി എടുത്തേക്കണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ബാക്കി കുറച്ച് അഡീഷണൽ സാധനങ്ങളൊക്കെ അവിടെ സ്ഥലം കണ്ടെത്തി വെക്കണം. അപ്പൊ ഇവിടെ ഒന്നും അങ്ങനെ, ഇവിടെ കൈ കഴുകുന്ന വാഷ് ബേസ്, പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അത്ര വലിയ വെൽ അറേഞ്ച്ഡ് ആയിട്ടില്ല. മേളിലിരിക്കുന്നത് ഈ അപ്പാപ്പനെ അമ്മാമ്മയായിട്ടിരിക്കുന്നത് അമ്മച്ചിയുടെ അപ്പനും അമ്മയും, അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന അമ്മാമ്മ പപ്പയുടെ അമ്മ. പിന്നെ താഴെ 2 ഫോട്ടോസ് ഉണ്ട്. അതിങ്ങനെ, അതെ, ഇത് വല്യപ്പച്ചൻ്റെ ചേട്ടനും ഈ സൈഡിൽ പപ്പയുടെ ചേച്ചി, രണ്ടുപേരും മരിച്ചുപോയി. ഇവിടെ ഇരിക്കുന്നത് അമ്മച്ചിയുടെ ഒരു ചേട്ടനും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. ഇത് ഓപ്പൺ കിച്ചൺ പോലെയാണ്. സാധാരണ നമ്മളെല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് പണിയുന്നത്. ഇത് മാത്രം പപ്പ ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അമ്മച്ചിക്ക് മറ്റേതിൽ നിന്ന് ശീലിച്ചുകൊണ്ട് ഇതിനേലും കംഫർട്ട് എനിക്ക് അങ്ങനെ കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കണമെന്ന് തോന്നുന്നത്. അപ്പൊ മേ ബി ഇവിടെ വല്ല പാർട്ടീഷൻ പിന്നീട് വരുമായിരിക്കും, അറിയില്ല. അപ്പൊ പിന്നെ ഇവിടെ ഒരു കളർ ചേഞ്ച് വേണമെന്നും പറഞ്ഞിട്ടാണ് ഈ കബോർഡിനൊക്കെ യെല്ലോയും ഗ്രീനും കോമ്പിനേഷനൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുക്കളയിൽ പ്രത്യേകിച്ച് അങ്ങനെ. ഇവിടുത്തെ പച്ചക്കറിയും പലചരക്കും ഒക്കെ അമ്മച്ച് കാണിക്കണമെന്ന് തോന്നുന്നത് അമ്മയായിട്ട് നമ്മുടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആൾ. എനിക്ക് വയ്യ. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. അതായത് പപ്പയുടെ അമ്മയുടെ ബെഡ്റൂം. അപ്പൊ ഇതാണ് പപ്പയുടെ അമ്മയുടെ ബെഡ്റൂം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നോർമൽ ട്യൂബ്ലൈറ്റുള്ള വീടുകളായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാര്യം സാധാരണ ഏത് വീട്ടിലും, ഇപ്പൊ കസിന്റെ വീട്ടിൽ പോയാൽ പോലും ഒറ്റവട്ടം എനിക്ക് സ്വിച്ച് ഇട്ടാൽ മതി. എനിക്ക് പെട്ടെന്ന് അത് തലയിലിരിക്കും, ഇത് ഇന്നതിന്റെ സ്വിച്ചാണ്, ഇത് ഇന്നതിന്റെ സ്വിച്ചാണ്. ഈ വീട്ടിൽ ഇപ്പൊ വന്നിട്ടൊരു 2-3 ആഴ്ച എന്തായാലും ആയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ഇവിടുത്തെ ഫാനിന്റെ സ്വിച്ച് അല്ലാണ്ട് ഈ ലൈറ്റ്, ഏതൊക്കെ ലൈറ്റിന്റെ എന്തൊക്കെ സ്വിച്ചാന്ന് ഇപ്പോഴും അറിഞ്ഞൂടെ. കാര്യം ഒരുപാട് സ്വിച്ചസ് ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പൊ വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ എന്താ പിന്നെ ഈ ഹോസ്റ്റല് പോലെ അലമാരികൾ നിരത്തിയിട്ടേക്കണെന്ന് വെച്ചാൽ ഈ അലമാരിയുടെ ഉടമസ്ഥ ഞാനാ. എനിക്ക് മേടിലെ എന്റെ റൂമെങ്കിലും എന്റെ താമസം മൊത്തം ഇവിടെ. അതായത് ഞാൻ കിടക്കുന്നത് ഹാളിലായിരുന്നു. ഇത്രയും നാളായിരുന്നു നമുക്ക് ചേച്ചി ഞാൻ ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആള് പോയപ്പോ എനിക്ക് പിന്നെ വെറുതെ ഒരു മുറിയിൽ മറ്റേ അയ്യോ നാടോടിക്കാരനാണ് പട്ടണ പ്രവേശനമാണെന്ന് അറിയില്ല, മോഹൻലാൽ കയറി വരുമ്പോ ചുമ്മാ ഒരു മുറിയിലായിരുന്നു. ഞാൻ അങ്ങനെ ചുമ്മാ ഒരു മുറിയായിട്ട് അത് കിടക്കണത്. അവിടെ ഉണ്ട് അലമാരിയൊക്കെ. എനിക്ക് ഒരു ഇഷ്ടംപോലെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ബാക്കി എന്റെ വേറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഈ അലമാരിൽ വെക്കുന്നത്. അപ്പൊ ഞാൻ താഴെ തന്നെ കുളിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറി സത്യം പറഞ്ഞാൽ മേളിലേക്ക് പോവാറില്ല. അവിടെ ഇടയ്ക്ക് അമ്മച്ചി അടിച്ചു വരാനും ഞാൻ വല്ല എന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വർക്കിനൊക്കെ ഡബ് ചെയ്യാനൊക്കെ മേളിൽ പോയിരിക്കും എന്നല്ലാണ്ട് അങ്ങോട്ടേക്ക് ഒരു പ്രവേശനം ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ എന്റെ അലമാരി. ഇത് പിന്നെ അമ്മച്ചിയുടെ, ഇത് പപ്പയുടെ എന്ന് പറയപ്പെടുമെങ്കിലും 1/2 സ്പേസ് അമ്മച്ചിയുടെ തന്നെ. അതങ്ങനെയാണല്ലോ. മറ്റേ പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി പിള്ള വളർന്ന വാ കെട്ടിയെന്ന് പറഞ്ഞാൽ പെണ്ണിനെ കെട്ടി വന്നാൽ പിന്നെ മുറി പോകും. ഇപ്പൊ പപ്പ പറയും ഈ നാടിനെ കെട്ടിയതോടെ വീടിന്റെ 1/2 സ്ഥലങ്ങൾ അമ്മച്ചിക്ക് തന്നെ. പപ്പയ്ക്ക് പ്രത്യേകിച്ച് ഈ കിടക്കാൻ കട്ടിലിന്റെ ഒരു സൈഡും ബാത്റൂമിൽ പോവാൻ ഈ ഒരു ബാത്റൂമും ഈ അലമാരിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഉള്ളൂ പപ്പയ്ക്ക് വീട്ടിൽ സ്വന്തം പറയാനായിട്ട്. അത് പട്ടെ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി നമുക്ക് ബാത്റൂം കാണാൻ നമുക്ക് കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബാത്റൂമിലാണെങ്കിലും കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, എന്തേലും പറയാനുണ്ടാ? എല്ലാവർക്കും സുഖമല്ലേ? മാത്രമേ ഉള്ളൂ എല്ലാവരുടെ സ്നേഹം. ഇനി നമുക്കപ്പം മേളിലേക്ക് പോവാട്ടോ. പിന്നെ എന്റെ പപ്പ ഇതുകൊണ്ട് പറയണതല്ല, ആക്കൊരു ഭയങ്കര അടിപൊളി. അത് ഇപ്പോഴല്ല, കുഞ്ഞിലെ തുടങ്ങി അങ്ങനെ. കയ്യിൽ ചിലപ്പോൾ എത്രത്തോളം പൈസ ഉണ്ടാകുന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു ആഗ്രഹം പറഞ്ഞ അപ്പം തന്നെ ചെയ്ത് തരും. എനിക്ക് കുളിക്കാൻ, ഞാൻ സ്ഥിരം ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ സ്കിന്നും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് എന്നാലും കുളി മുടക്കില്ല ചൂടുവെള്ളത്തിലുള്ള. അപ്പൊ അതിന് വേണ്ടിയിട്ട് പപ്പ ഹീറ്റർ എപ്പോഴും ചൂടുവെള്ളം തിളപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറ്റർ വാങ്ങി വെച്ച് തരിക.
അതേപോലെ ഇപ്പം വെയിലുള്ള സമയം തന്നെയാണെങ്കിൽ നമുക്ക് AC മേടിച്ച് തരാം. അതായത് ഇതൊന്നും പൈസ ഉണ്ടായിട്ട് ചെയ്യണമെന്നല്ല ഈ പറയണത്. ചില ആൾക്കാരുണ്ട് കയ്യിൽ എത്ര രൂപ ഉണ്ടെങ്കിലും ഇങ്ങനെ പിശുക്കിയൊക്കെ ജീവിക്കും. പക്ഷെ പപ്പ അങ്ങനെയല്ല, കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെന്ന് ഓർത്തോ, എന്നാലും നമ്മൾ തന്നെ വേണമെന്നില്ല. ആരൊരു ആഗ്രഹം പറഞ്ഞാലും പറ്റണ പോലെ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും പപ്പ അവർക്കത് ചെയ്തു കൊടുക്കും. അപ്പൊ ഇത് കണ്ടുവന്നപ്പോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, പപ്പ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പപ്പയുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിനും ഒരു തടസ്സമില്ല. എല്ലാവർക്കും പപ്പയോട് ഭയങ്കര സ്നേഹം. ഒരു ആവശ്യം വന്നാൽ എല്ലാവരും വളരെ സ്നേഹത്തോടെ വന്നിങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പൊ അത് പലതിലും പപ്പയുടെ അമ്മച്ചിയുടെയൊക്കെ ക്യാരക്ടറാന്ന് ഓർത്ത് ഇപ്പൊ ഞാനത് അഡ്മിറ്റ് ചെയ്ത് തുടങ്ങി. നല്ല കാര്യം. ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പപ്പയും അമ്മച്ചിയും ഒരാഗ്രഹം നമ്മളോട് പറയണതിന് മുമ്പേ നമുക്കത് മനസ്സിലാവും. ഓക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ, ചേച്ചിയാണെങ്കിലും ഞാനാണെങ്കിലും അറിഞ്ഞറിഞ്ഞ് നമ്മൾ വേഗം ചെയ്യണേ. അപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ പാരന്റിങ് അപ്പം നല്ലതായിരുന്നു. അതുകൊണ്ടാണ് നമുക്കും ഓരോ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കി പെരുമാറാനും ജീവിക്കാനൊക്കെ പറ്റണേന്നുള്ളത്. അപ്പൊ ബാക്കിൽ നിന്ന് തലാട്ടി അങ്ങനെ നമുക്ക് മേളിലേക്ക് പോവാം. ഇവിടെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ നമ്മൾ 2 സ്വിച്ച് ഇട്ടില്ലേ, ഈ 2 സ്വിച്ചിന്റെ കണക്ഷൻ ഇവിടെ മേളിലും ഉണ്ട്. അതായത് ഇപ്പൊ ഇരുട്ടുള്ള സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി മേളിൽ എത്തിയിട്ട് ആ സ്വിച്ച് ഓഫ് ചെയ്യാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഞാനാണല്ലോ കൂടുതലത് ഉപയോഗിക്കുന്നത്. ഇവിടെ 2 ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പ്ലാന്റ്സിനോട് തീരെ ഇഷ്ടമില്ലാത്ത ആളായത് അതൊന്നും നോക്കാറില്ലെന്നൊക്കെ കണ്ട. ഈ സ്വിച്ചുമ്പോൾ നിൽക്കുമ്പോ ആ 2 ലൈറ്റ് ഓഫാകും. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് ഈ റൂമിന്റെ ലൈറ്റ് ഇട്ടിട്ട് ഇത് തന്നെ ഓഫാക്കാം. അപ്പൊ ഇതാണ് എന്റെ മുറി. ഇവിടെ അങ്ങനെ വലിയ വൃത്തിയാക്കിയിട്ടുള്ള ഈ സൈഡ് കബോർഡൊന്നും ഞാൻ ഇങ്ങനെയുള്ള ഫോട്ടോസ് അതൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിക്കണമെന്ന് ഓർത്ത്. അതുപോലെ ഈ ഒരു സൈഡ് ഇത് മാത്രമേ എനിക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന്റെ അടിയിലേക്ക് ഒന്നും കാണിക്കേണ്ടതൊക്കെ ഇങ്ങനെ ഇട്ടേക്കണേ. അത് ശരിയല്ല, മകള് കാണിക്കണ്ട, എന്നെ കാണിക്കുക ഒരുത്തൊക്കെയാണുള്ളത്. പിന്നെ ഇത് മറ്റേ ഇതൊക്കെ എന്റെ ആയുധങ്ങളാണ്. രാജാവേന്ന് പറഞ്ഞിട്ട് രാജാവോ അതൊക്കെ എടുത്ത് വെച്ചേക്കണ്. ചെയ്യണതായിക്കോ അങ്ങോട്ടൊക്കെ കുറച്ച് ചപ്പിച്ചോട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ അലങ്കോലമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ഇത് അലമാരിയുടെ ഉള്ളൊക്കെ ഞാൻ പിന്നെ പണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെ നമ്മൾ അടുക്കി പറക്കണ വീഡിയോ ഫസ്റ്റ് കാണിച്ചില്ലേ, അതൊക്കെ തന്നെ. ഈ സൈഡിൽ ഡ്രസ്സും ഇവിടെ കുറച്ച് പ്രൊഡക്ട്സും ഫൈനും ഇത് പിന്നെ ബാത്റൂം. ഇതിന്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ ഹീറ്ററൊക്കെ. 3 ബാത്റൂമിൽ ഇപ്പൊ ഹീറ്റർ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ ഇവിടെ ആരും ഇല്ലാതെ. പിന്നെ 3ന് ഞാൻ തന്നെ മാറി മാറി കുളിച്ചോണ്ടിരിക്കുക. ഇതാണ് എന്റെ ബാത്റൂം. ഇതിനകത്തൊരു പ്രശ്നം പറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കവർ ചെയ്യേണ്ട ക്ലാസ് കാണുന്നുണ്ടായില്ല. അത് വേറൊരാളെ കൊണ്ടത് വെപ്പിക്കണായി. തൽക്കാലം ഞാൻ അവിടെ ഒരു ക്ലോത്ത് വെച്ച് പപ്പ കവർ ചെയ്ത് തന്നതാണ്. പിന്നെ ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ എനിക്കൊരു നഷ്ടം പറ്റി. കഴിഞ്ഞ വീട്ടിൽ വെച്ച് പപ്പ എന്റെ ബാത്റൂമിൽ ലാസ്റ്റ് ഹീറ്റർ വന്ന്, ലാസ്റ്റ് മീൻസ് പപ്പയുടെ അമ്മച്ചിയുടെ ബാത്റൂമിൽ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സെപ്പറേറ്റ് വെച്ചപ്പോൾ പുതിയതാണ് പപ്പ വെച്ചത്. ഈ വീട് മാറിയപ്പോൾ ആ പുതിയ ഹീറ്റർ ഇവരുടെ ബാത്റൂമിലേക്ക് പോയിരുന്നു. ചേട്ടാ അതെനിക്ക് ആകെ വിഷമം. എന്നിട്ട് താൻ അവിടെ അല്ലേ കുളിക്കണേ? അവിടെ കുളിക്കണ ഹീറ്റർ ഇവിടെ അല്ലല്ലോ. ഏത് വീട്ടിൽ പോയാലും അമ്മച്ചിയുടെ വക ഒരു വൃത്തിയേടാക്കലുണ്ട്. എന്താണെന്നറിയോ, ഈ അഴവയ്ക്കല്. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി അപ്പം ചൂടാവുന്ന. പിന്നെ മഴക്കാലത്ത് നിങ്ങൾ കൊണ്ടുപോയി തുണി ഉണക്കി തരാൻ പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ തുളയ്ക്കാൻ എനിക്ക് പപ്പയുടെ സ്വഭാവം. എനിക്ക് വീട്ടിലിങ്ങനെ തുളയ്ക്കുക, ഈ വരച്ചു വെക്കുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തൂക്കിയിടുക, മറ്റേ ഈ ഹാങ്ങർ പോലത്തെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഡ്രില്ല് ചെയ്തൊക്കെ വെക്കില്ല. ആ വക പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പണിയുമ്പോൾ ഓൾറെഡി ഇതൊക്കെ ഉള്ളവരെ പണിയണം, അതല്ലെങ്കിൽ അത് വേണ്ട. അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ. പക്ഷെ അമ്മച്ചി പറഞ്ഞാൽ പോയിന്റ് ഉണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തായാലും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വേണ്ടി വരും. അപ്പൊ നമ്മള് വീട് വൃത്തിയേടാക്കാണ്ട് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹാളാണ്, മേളിലെ ഹാളാണിത്. അപ്പൊ നമ്മൾ ഷൂട്ടിനൊക്കെ വേണ്ടി പോകാൻ ഇത് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സൂട്ട് കേസും കാര്യങ്ങളും എല്ലാം. പിന്നെ കട്ടിൽ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പൊ അതും അങ്ങനെ എല്ലാം നമ്മുടെ ഇതിന്റെ ഇവിടെ വെച്ചേക്കാണ്. പിന്നെ ഒരു മിറർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 മിററുണ്ട്. ഇത് എന്റെ ബാത്റൂമിലിരുന്ന് മിററാറുന്നില്ലേ? അവിടെ വേറെ പുതിയത് വെച്ച് ഇത് അവിടത്തെ ആയിരുന്നു. അല്ല, എനിക്ക് ഇത് മതി. അയ്യോ അധികം ഇനിയിപ്പോ പപ്പോട് പറ. ചേട്ടാ ഈ വീട് മാറി ഭയങ്കര തിരക്കിലായി പോയെന്ന്. അതുകൊണ്ട് എനിക്ക് എന്റെ പല സാധനങ്ങളും. അല്ല ഇവിടെ ആർക്കാ അത് വെറുതെ വെച്ചതാ പപ്പ. ഇത് ഇവിടെ റെഡി ആയിക്കോ. അത് പോട്ടെ. അത് കഴിഞ്ഞ് ഇത് ഇവിടെ ചുമട് പോയിരുന്നു. അതൊരു കുഞ്ഞു ബാത്റൂം. അതായത് ഹാളില് കോമൺ ആയിട്ട് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ബാത്റൂം ഒരു വാഷ് ബേസിനും മാത്രമുള്ള ഒരു കുഞ്ഞു ബാത്റൂം. ഇത് ചേച്ചിയുടെ റൂം. ലൈറ്റ് ഇട്ടോ. ഈ ക്യാമറമാൻ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല കേട്ടോ. വെറുതെ എങ്ങോട്ടൊക്കെയോ ക്യാമറ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് ചേച്ചിയുടെ റൂം കേട്ടോ. അപ്പൊ ചേച്ചിയും ചേട്ടനും വരുമ്പോ ഇവിടെ കിടക്കുന്നത് എല്ലാ ദിവസവും ചേച്ചി വരും കേട്ടോ വീട്ടില്. കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ആള് ജോലി ചെയ്ത് കൃത്യസമയത്ത് ഇവിടെ ഉണ്ടാവും. കാര്യം ചേട്ടൻ ആദ്യമേ നമുക്ക് പ്രോമിസ് എന്താണ്, കല്യാണം കഴിഞ്ഞാലും ഡെയിലി ആളെ വീട്ടില് വിടും എന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഉള്ളൂ ചേട്ടന്റെ വീട്ടിലേക്ക് ദൂരം. എന്നാലും ബുദ്ധിമുട്ടാ, ജോലി ചെയ്യുന്ന ക്ഷീണം വെച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ നല്ല പാടാ. എന്നാലും ആള് വരും. ആൾക്ക് നമ്മളെയൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. പറ്റുന്ന ദിവസങ്ങളിൽ ചേട്ടനും വരും. കല്യാണം കഴിഞ്ഞപ്പോ 1 മാസം കഴിഞ്ഞില്ല, ആകെ 2 ദിവസം എന്താ ചേട്ടൻ വരാണ്ടിരുന്നിട്ടുള്ളൂ. അല്ലാത്തപ്പോ ചേട്ടനും കൂടി വന്നിട്ട് ഒരുമിച്ച് പോകും. അപ്പൊ അത്രയും സഹകരണ മനോഭാവമുള്ള ചേട്ടനെ ചേട്ടന്റെ വീട്ടുകാരെ നമുക്ക് കിട്ടിയേക്കണം. വീട്ടുകാർ ഒത്തിരി നെഗറ്റീവ് ആയിട്ട് തന്നെ ഇവർക്ക് വരാൻ പറ്റൂലല്ലോ സന്തോഷത്തോടെ. അപ്പൊ അതാ ഞാനിന്ന് ഇൻസ്റ്റ സ്റ്റോറി ഇട്ടാറ്. നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ആഗ്രഹം ജെനുവിനാണ്, നമുക്ക് അതിനുള്ള അർഹത ഉണ്ടെങ്കിൽ ദൈവം താനേ അത് എത്തിക്കും. പക്ക അറേഞ്ചറായപ്പോ ഞാനും ഇങ്ങനെ ഓർക്കും, ദൈവം 1-2 മാസത്തിനുള്ളിൽ കല്യാണം വരും, ഈ 2-3 മാസമായിട്ട് കണ്ട ഒരാളായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ, ആളെ പറ്റി എന്തെങ്കിലും അറിയും. പിന്നെ പപ്പയും അമ്മയും തന്നെ പറയും, 10-12 വർഷങ്ങൾ അറിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ട് 1-2 മാസം പോലും കൂടെ ജീവിക്കാണ്ട് തകർന്നു പോകാൻ എത്രയോ ബന്ധങ്ങൾ. ലവ് മാരേജ് മോശം എന്നല്ലട്ടാ പറയണേ. അതായത് കാലത്തിന്റെ ആ ഒരു ഡ്യൂറേഷൻ അല്ല, എത്ര നാള് നമുക്ക് തമ്മിൽ അറിയാവുന്നുള്ളതല്ല, നമുക്ക് മനസ്സിന് പൊരുത്തപ്പെട്ട ഒരാളാണ്. അതിപ്പോ ലവിലായാലും അറേഞ്ച്ഡായാലും അങ്ങനെ ആവണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ എപ്പോഴും പറയും. അതിലൊരു സത്യം ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലാവും. നമുക്ക് അറിയില്ല ഇവരുടെ ഫ്യൂച്ചർ എന്താവുമെന്ന്. കല്യാണം കഴിഞ്ഞ 1 മാസം ആയിട്ടുള്ളൂ. പക്ഷെ കണ്ടവരും ചേട്ടനായിട്ട് ഇടവഴിക്ക് എല്ലാവരും പറഞ്ഞു, ചേച്ചിക്ക് പറ്റിയ ഒരു ചേട്ടൻ തന്നെ, ഒരു പാവം, ഒന്നിനും ഇല്ല ആളായിട്ട് നമുക്കൊരു ഉപദ്രവത്തിനും ഇല്ല, നമുക്കൊരു ശല്യം ചെയ്യാനില്ല. വീട്ടിൽ വന്നാൽ തന്നെ വന്ന് നമ്മൾ കൊടുക്കണതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി നമ്മുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഓക്കെ വരുമ്പോ തന്നെ ഉപ്പിലിട്ട മാങ്ങയും മിഠായിയൊക്കെ കൊണ്ടാ വന്നത്. എല്ലാ ദിവസവും ഇത് ശീലമായിപ്പോ ഞാൻ തന്നെ പറഞ്ഞു, ചേട്ടാ നിർത്തിക്കോ, വേറെ ഒന്നുമില്ല, ആളുടെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ മിഠായി ഉപ്പിലിട്ടതൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോ നമ്മളെല്ലാരും എല്ലാവർക്കും ഒരു കുടുംബവും കാര്യങ്ങളും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ മാസത്തിൽ ഒരിക്കലും മതി എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല. ആളെ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് മേടിച്ചിട്ടൊക്കെ വരും. അപ്പൊ ഇപ്പൊ എന്നെ അടുത്ത ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്ന ആള് ചേട്ടനാ. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്റെ മുഖം മാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചേട്ടൻ വേഗം എന്നെ ഓക്കെ ആക്കണ രീതിയിൽ പെരുമാറും. അപ്പൊ കൊച്ചു കുട്ടീനെ പോലെ ചേട്ടൻ ചേച്ചീനെ എന്നെയും എല്ലാരെയും പപ്പേനും അമ്മച്ചിനെയൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ നല്ലൊരു ചേട്ടനെ കിട്ടി, എന്നും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അതിന്റെ ഇടയ്ക്ക് ആളുടെ കുറുമ്പുകൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് ചേച്ചിയുടെ ചേട്ടൻ അല്ല, ഇത് അവരുടെ ബാത്റൂം. ഇതും അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുള്ളൂ, ഇടയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ മാത്രം. എല്ലാ റൂമിലും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു കുറവെന്ന് പറയാൻ പറ്റില്ല, ഉള്ള സൗകര്യത്തിലല്ല നമുക്ക് ചെയ്യാൻ പറ്റി. കുഞ്ഞു ബാത്റൂം പണിയണേൽ കാര്യമില്ലല്ലോ. ഹാളിലൊരു കോമൺ ബാത്റൂം വേണമെന്നത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം ഞാൻ ഹോളിൽ കിടക്കണോണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ എനിക്ക് പപ്പയുടെ അമ്മച്ചിയുടെ റൂമിലേക്ക് കയറി അവർക്കൊരു ശല്യം. പപ്പയ്ക്കാണെങ്കിൽ ലേറ്റ് കാണുമ്പോൾ ഉറക്കം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ പേടിച്ച് വിറച്ച് സ്വന്തം വീടാണ്, എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി. ഇത്രയും നാൾ ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര ധൈര്യം, ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കിടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ പേടിയല്ല, പക്ഷെ എന്നാലും എന്തോ ഒരു പേടിയൊക്കെ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂറി പിടിച്ചു വെച്ച് കിടക്കും രാവിലെ ആവണ വരെയൊക്കെ. അപ്പൊ എനിക്ക് തോന്നി ഹാളിലൊരു ബാത്റൂം ഉണ്ടാവണത് ചിലപ്പോൾ ഇത്തിരി നല്ലതായിരുന്നു. ഇവിടൊന്നും നമ്മൾ ഇന്നുവരെ വന്ന് നിന്നിട്ടില്ല. ഇങ്ങനൊരു ബാൽക്കണി ഇച്ചിരി കൂടി പണിയാനുണ്ട്. എന്താ പണിയാനുള്ള? ബാൽക്കണിയൊക്കെ നീട്ടിയൊക്കെ എടുക്കണം, കാർ പോർച്ച് ചെയ്യണം, അങ്ങനെ കുറച്ചുകൂടി മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഉണ്ട്. എന്താ ഇതന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സീരീസ് ലൈറ്റ് കാര്യം കിടക്കും. അവിടെയൊക്കെ ഇനി വീട് വരാനുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഒരു വീട് പണി ഇത്രയായി. അപ്പുറത്ത് ആ 7 സെൻറ്റ് സ്ഥലത്തിൽ 7 നിലയുള്ള ഒരു ബിൽഡിങ്ങാണ് വരാൻ പോണത്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോരുത്തർ പണി തുടങ്ങണതിൻ്റെ പ്രിപ്പറേഷൻസ്. ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ഈ ഏരിയ ഫുൾ മാറിയിട്ടുണ്ടാവും. ഇവിടെ ഫുൾ അപ്പാർട്ട്മെൻറ്റും ബിൽഡിങ്ങും വീടുകളും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റാവും. ആദ്യം സ്ഥലം മേടിച്ച് അതായത് ഇത് ശരിക്കും പറഞ്ഞ ഒരു കാട് പോലെ വലിയൊരു പ്ലോട്ടായിരുന്നു. മൊത്തം മരങ്ങളും കുറെ തെങ്ങും കാര്യങ്ങളും കാട് പിടിച്ചിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ ആവുന്നു പോലും ഓർത്തില്ല. എന്നിട്ട് പപ്പയുടെ ഐഡിയയിലാണ് ഇതിന്റെ ഓണറോട് സംസാരിച്ച് ഇങ്ങനെ ഒരു സെന്ററിൽ കൂടെ ഒരു വഴി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്ലോട്ടുകൾ സെയിലും ആവും, അത് നമുക്ക് തിരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പപ്പയുടെ ഐഡിയയിൽ ഓരോന്നൊക്കെ ചെയ്ത് ആ സാറും അതിനൊക്കെ പറഞ്ഞ് ധൈര്യത്തോടെ ഇതൊക്കെ സമ്മതിക്കാനും വഴിക്ക് വേണ്ടി ഇത്ര സ്ഥലം വിട്ട് കൊടുക്കാനൊരു മനസ്സ് വേണമല്ലോ. അങ്ങനെ ആളും അതിനൊക്കെ വില്ലിങ്ങായി. പപ്പ ആദ്യം അപ്പുറത്തൊരു വീട് വെച്ച് അത് വേഗം സെയിലായി. രണ്ടാമത് ഇപ്പം നമ്മുടെ വീട് വേണത്. അപ്പോഴേക്കും ഇവിടെ അടുത്ത പ്ലോട്ടുകൾ ഇപ്പം ഇവിടുത്തെ എല്ലാ പ്ലോട്ടും സെയിലായി. കണ്ട ഇങ്ങനെ ഒരു വഴി ഇടാന്നൊക്കെ വഴി ഇട്ടപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പാർട്ടീഷനും ഒക്കെ ആയതും. അറ്റത്തായിട്ടൊരു പുഴയുണ്ട്, അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട്. അങ്ങനെയാണ് പിന്നെ ഇവർ വാങ്ങി സ്ഥലം പണി തുടങ്ങി. പിന്നെ അവിടുത്തെ പ്ലോട്ട് വാങ്ങി. പിന്നെ ഈ പ്ലോട്ടുകളൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോരോ ടീംസ് വാങ്ങിയിട്ട് അടുത്ത വർഷമായിട്ട് തുടങ്ങും. അങ്ങനെ പണി ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അത് 2-3 വർഷം കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്.
ആ 2-3 വർഷം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഓർക്കണത്. നല്ല ഭംഗിയാവുമ്പോ നമ്മളിവിടുന്ന് പോകും. അങ്ങനെയാണ് പൊതുവേ സംഭവക്കാർ പൊതുവെ സ്ഥലക്കച്ചവടമായിട്ട് ജീവിക്കുന്നവരുടെ ഫാമിലീസിന് അറിയാൻ പറ്റും. നമ്മളിപ്പോ ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനത്തെ പ്ലോട്ട്സ് ഒക്കെ വാങ്ങും, അവിടെ വീട് വെച്ച് അവിടെ എത്രത്തോളം വില ഇൻക്രീസ് ആവുന്നു ആ ടൈം ആകുമ്പോൾ നമ്മളിത് സെയിൽ ചെയ്തിട്ട് ഞങ്ങളുടെ നാട് പാലാരിവട്ടം ഇപ്പൊ പോണത് അതിന് വേണ്ടിയിട്ടാണ്. അതിന് എത്ര വന്നാലും നമ്മൾ ജനിച്ചത് വളർന്നതൊക്കെ പാലാരിവട്ടം ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ച് പാലാരിവട്ടത്തേക്ക് പോകണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വീട് സെയിൽ ചെയ്തിട്ട് പാലാരിവട്ടത്തേക്ക്. നല്ല സെന്ററാണ്. അതെ, എടപ്പള്ളി ആയിട്ടാണ്, നല്ല സെന്ററാണ്. തൊട്ടടുത്ത് തന്നെ ലുലുമാളും കാര്യങ്ങളെല്ലാം. നമുക്ക് കറക്റ്റ് സ്പോട്ട് പറയണില്ല, കാര്യം ഇതിനു മുമ്പ് നമ്മൾ പാലാരിവട്ടത്തെ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ല. പക്ഷെ വീഡിയോയിൽ നമ്മുടെ വീടിന്റെ നമ്പറും ഈ റോഡിന്റെ വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട് മിക്കവരും നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. അതിൽ ചില ആൾക്കാരൊക്കെ കുറച്ച് ഡിസ്കംഫർട്ടായിരുന്നു നമുക്ക് വന്നിട്ട്, നമ്മുടെ പോലും പെർമിഷൻ ഇല്ലാണ്ട് വീടിനകത്ത് കയറുക, കിച്ചണൊക്കെ കയറി നോക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ രീതിയിലൊന്നും റിയാക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ വീട്ടിലെല്ലാവരും കുറച്ച് റിയാക്ഷൻ കുറഞ്ഞ ആൾക്കാരാണ്, മറ്റുള്ളവർക്ക് ഹേർട്ടാവുമെന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ വീട് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ വീഡിയോയിൽ ഇങ്ങനെ ഹൗസ് നമ്പറും വഴിയും കണ്ടുപിടിച്ച് വന്നതാണെന്ന് പറയും. അപ്പോൾ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നുകൊണ്ട് ചിലവർ ഭയങ്കര മാന്യമായിട്ട് പെരുമാറുണ്ട്, വന്ന് സ്നേഹത്തോട് സംസാരിച്ച് അപ്പം തന്നെ വീട്ടിൽ നിന്ന് നമുക്ക് നല്ല വിശ്വാസമൊക്കെ പറഞ്ഞു പോകും. ചിലവരിങ്ങനെ കുറേ നേരം ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, കാരണം അവരുടെ ഉദ്ദേശം എന്താ നമുക്ക് പിടികിട്ടാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീരുമാനിച്ചതാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ. സത്യം പറഞ്ഞാൽ ആ വീട് മാറാൻ ഒരു കാരണം അതും കൂടിയായിരുന്നു, നമ്മുടെ പ്രൈവസി അത്രയും ബുദ്ധിമുട്ട് തന്നെ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ആരോടും പറയില്ല എന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വീഡിയോയിലും കാര്യങ്ങളിലും എങ്ങും ലൊക്കേഷൻ കറക്റ്റായിട്ട് വരാണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുന്നതും അത്യാവശ്യം എറണാകുളത്തിൽ കാതലായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്. വിറ്റ വീടും നല്ല ഭംഗിയുള്ള വീടായിരുന്നു അല്ലേ? അത്ര ഐശ്വര്യമുള്ള വീടായിരുന്നു. അതിലിരിക്കണവർക്കും സന്തോഷമായിട്ട് അവരിയ്ക്കുന്നുണ്ട് അതില്. അപ്പൊ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ പാലാരിവട്ടത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. അതല്ല എങ്കിൽ ഇവിടെ തന്നെ, ഇത് അത്യാവശ്യം നല്ലൊരു ഇതായതുകൊണ്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്താണെന്ന് എഴുത്തിന് അറിയാം. അപ്പൊ ഇനി നമുക്ക് ടെറസിന്റെ പക്കത്തേക്ക് പോകാം. വീട്ടിലെ ഏത് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്താണ് നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും വ്ലോഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു വ്ലോഗർ അല്ല, എൻ്റെ ചാനൽ കാണുന്നവർക്ക് എനിക്ക് ആക്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വ്ലോഗ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ പേഴ്സണൽ ലൈഫ് ഒരുപാട് അങ്ങനെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, വേറെ ഒന്നും അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ. അപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നാൽ ആ ഒരു ഐഡിയയിൽ ഞാൻ വേണമെങ്കിൽ വ്ലോഗൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് പോർഷൻ. ഇത് അത്യാവശ്യം ഞാൻ കഥയൊക്കെ എഴുതാൻ വേണ്ടി നോക്കി വെച്ചേക്കുന്ന ഒരു സ്ഥലം, പക്ഷെ ഇവിടെ കൊടുക്കുന്ന ചൂടായ ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് അധികം ഫോക്കസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്ക് പഠിക്കുന്ന സമയമൊക്കെ മിസ് ചെയ്യുന്നു. പണ്ട് ഇപ്പൊ പഠിക്കാറില്ല, പണ്ട് പഠിക്കുന്ന ഒരു ടൈം ആയിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരുന്ന് രാത്രി പഠിക്കാറുണ്ട്. പക്ഷെ വേണ്ട, പേടിയാവും എന്തെങ്കിലും പറ്റി ഞാൻ 2 ഫ്ലോർ ഓടണം താഴേക്ക് എന്ന് ഇവരെ വിളിക്കാനായിട്ട്. അത് നമുക്ക് ഇതാണ് നമ്മുടെ ടെറസ്. ലാസ്റ്റ് ഒരു റീൽ ചെയ്തില്ലേ, ആ റീനു ക്യാരക്ടർ പ്രേമലൂല റീൽ ചെയ്തത് നമ്മൾ ഈ ടെറസിൽ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ടെറ കാണിച്ചു കൊടുക്കുന്നത്. ഓ, ഇതിപ്പോ ഫാഷനാണ് സർ. പാൻസിന്റെ തുണി വേസ്റ്റ് വന്നപ്പോൾ ഷട്ടിൽ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ഫുൾ നമ്മൾ ടൈൽസ് ഇട്ട് വെച്ചേക്കണേ ഈ ടെറസ് മൊത്തം. അപ്പൊ എന്റെ വീഡിയോ എടുക്കണ കാര്യം വന്നപ്പോ പറയാനുണ്ടായി, നല്ല രസമുണ്ടല്ലോ ഈ കാര്യം മാത്രല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതൊരു വെറൈറ്റി അല്ലേ എന്ന് സുരാജ് വെഞ്ഞാറമുടി ചോദിച്ചാറ്. ഇത് മഴ പെയ്യുമ്പോ തെന്നാൻ ചാൻസ് ഉണ്ടോ? ഇവിടെ കുറച്ച് വേസ്റ്റ് അല്ല, വർക്കിന് വേണ്ടി ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്, അപ്പുറത്തെ വീട്. ഇത് മേടിച്ച ഓണർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പെയ്ഡ് ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ എന്തോ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത്രേ ഉള്ളൂ. പിന്നെ ആരൊക്കെ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ചോദിച്ചു. ഇത് എനിക്ക് തോന്നുന്നു മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. മിന്ത്രയാണോ മീഷോ ആണോ എന്നറിയില്ല. അവിടെ നിന്ന് വാങ്ങിയൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് വാങ്ങിച്ചതിന് ശേഷം ഇത് അടിപൊളിയൊന്നും കാണിക്കല്ലോ. ഇത് ആക്ച്വലി എക്സ്ട്രാ സ്മോൾ അല്ല, എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നു, ഇത് സ്മോളാണ്. പക്ഷെ എന്നിട്ട് പോലും ഭയങ്കര ലോഹാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ മടക്കി വെച്ചേക്കുന്നത്. അത്രയും ലോഹ പോലത്തെ ഡ്രസ്സ്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. പ്യുവർ സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയത് ഇടാനായിരിക്കും.
നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂർ. അപ്പോൾ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. പിന്നെ പപ്പ ബിൽഡിംഗ് കോൺട്രാക്ടറാണ് കേട്ടോ. ഞാൻ പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എവിടെയും രജിസ്റ്റർ ചെയ്യാറില്ല. അവരും ഡയറക്റ്റായിട്ട് അറിയുന്ന വർക്കുകളാണ് അപ്പോൾ കൂടുതൽ ഇതുവരെ ചെയ്തു വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്ത് വല്ല വർക്കിൻ്റെ കാര്യം സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എന്താ ഞാനിപ്പോൾ ചെയ്യാമെന്ന് ഞാൻ വേണമെങ്കിൽ എന്താ ഇടുക നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ എന്തെങ്കിലും പപ്പേനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറോ കാര്യങ്ങളൊക്കെ ആയിട്ട് തരാം. അങ്ങനെ വേണം എന്നുള്ളവരാണെങ്കിൽ എറണാകുളത്താണ് പപ്പ മെയിനായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ തൃശ്ശൂർ എന്തോ ഒരെണ്ണം ചെയ്യുന്നുണ്ടെന്ന് തോന്നാം. അതിനെപ്പറ്റി എനിക്കറിയില്ല അങ്ങനെ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ വേണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യാൻ. എന്തായാലും നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഓർക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരുടെ സപ്പോർട്ടിനും കാര്യത്തിനും. പിന്നെ സീരീസ് എല്ലാവരും മിസ് ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും നന്നായിട്ട് സീരീസ് മിസ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ നമ്മൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് അനുസരിച്ച് ഇപ്പം എനിക്ക് കാസ്റ്റിംഗ് ഇല്ല. അതാണ് എനിക്ക് ആരെ ഞാൻ ഈ കാണുന്ന ഒരു ഇതല്ല. എനിക്ക് ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ്. അത്യാവശ്യം നല്ല ഇൻട്രോവേർട്ടാണ്. എനിക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഞാൻ നല്ല എക്സ്ട്രോവേർട്ടും അല്ലാത്തവരുടെ അടുത്തൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ട്. സാന്ത്വന സെറ്റിലൊക്കെ ഉള്ളവർ ചോദിക്കും ഈ ഇരിക്കുന്ന ആളാണോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അവിടെ ഒന്നും ഞാനൊരു അക്ഷരം മിണ്ടൂല. കമ്മാന്ന് സ്റ്റാർട്ട് മ്യൂസിക് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും എൻ്റെ യഥാർത്ഥ കുറച്ച് വലിഞ്ഞു നിൽക്കുന്നൊരു സ്വഭാവം. അപ്പോൾ സീരീസ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ക്യാമറാമാനെയും ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും നമ്മൾ തന്നെ നിയന്ത്രിക്കണം. നമ്മൾ തന്നെ അഭിനയിക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരുടെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒക്കെ നമ്മളിങ്ങനെ നോക്കേണ്ടി വരുമ്പോൾ എനിക്കാണെങ്കിൽ വേറെ ആരിലൊക്കെ ഞാൻ തന്നെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അവരോടത് പറഞ്ഞു കൊടുക്കുക. അഭിനയിക്കുന്ന കാര്യം പോലും ഞാൻ അവരുടെ കംഫർട്ടായിട്ട് ചെയ്യാനേ പറയും. അവർക്കത് ഓക്കെ ആണോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹേർട്ടാവോ, അങ്ങനെ കൊണ്ടുനടക്കൊണ്ട് എൻ്റെ തലയിൽ ഒരുപാട് ഭാരങ്ങളാണ്. അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സീരീസ് നോക്കാനായിട്ട് 1-2 പേരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഈ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഫുൾ ഷൂട്ടും ചെയ്ത് തീർത്തിട്ട് ജനുവരി ആകുമ്പോഴേക്കും സീരീസ് ഇടാവുന്ന പോലെയാണ്. നമ്മൾ അപ്ഗ്രേഡ് ആയിട്ട് വന്നോല്ലോ ഓരോ കാര്യങ്ങളും. മറ്റേ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് അത് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ ഞാൻ ഇനിയും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാണുന്നവർക്കും എപ്പോഴും നമ്മൾ ഓരോരുത്തരും വളരുമ്പോൾ നമ്മളും ഇങ്ങനെ അപ്ഗ്രേഡ് ആയില്ലെങ്കിൽ അതിനടുത്ത് നെഗറ്റീവ് കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വലിയ ഇതിലൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു സീരീസ് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ഷോർട്ട് ഫിലിം അതപ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ചേച്ചിയുടെ ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ട് പോണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ Q&A ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ചോദ്യം എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് Q&A. അത് ഈ ചോദ്യം വെച്ചാൽ ഞാൻ അതൊക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ആള് വീട്ടിലെത്തുന്നു ജോലി ചെയ്യുന്നേ. ടാറ്റാ പോണില്ലേ? ഞാൻ എന്റെ വീട്ടിൽ പോണോ? അമ്മേ ആള് ഭയങ്കര സാധനം കഴിക്കണ. കല്യാണം കഴിഞ്ഞതാണ്. പാവം മോളെ ചുമ്മാ പോലെ. ഇവിടെ നിന്നോ? ചേട്ടനെ വിളിക്കാം. എന്നിട്ട് ഇന്നിവിടെ നിന്നോ? ക്രിസ്മസിന് നിൽക്കാൻ. അതെങ്ങനെ 2 ദിവസം മുമ്പ് 2 ദിവസം വന്ന് നിന്നിട്ട് പോയുള്ളൂ. ടാറ്റാ ടാറ്റാ ടാറ്റാ. പഴയ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോന്ന് എല്ലാരും ചോദിക്കണേ. ഉണ്ടാ? ഇല്ല അതെങ്ങനെ ഈ ശല്യം പക്ഷെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കിടന്നോണ്ടിരുന്നോണ്ട് എനിക്ക് മിസ്സിങ്ങാ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിക്കാ.